നമസ്തേ. ഇന്ന് പുതിയൊരു മുദ്രയുമായിട്ടാണ് ഞാൻ ശ്രീരേഖ. ഇന്ന് ഭ്രമർ മുദ്രയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഭ്രമർ മുദ്ര അല്ലെങ്കിൽ അലർജി മുദ്ര എന്നാണ് ഇതിന് പറയുക. ഓക്കെ, ഇത് ചൂണ്ടുവിരലൊക്കെ കൊണ്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. കൈ വഴങ്ങുന്നില്ല, എല്ലാം ശരിയാകുന്നില്ല, കൈ ചിലപ്പോൾ ചില മുദ്രകൾ വെച്ചിട്ട് നിവർത്തി വെക്കാൻ പറയും. അപ്പം നിവർത്തി വെക്കുമ്പോൾ പറ്റുന്നില്ല എന്ന് പറയുന്നവർക്ക് ആദ്യം കൈയുടെ കുറച്ച് എക്സസൈസ് ഒന്ന് ഫിംഗേഴ്സൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ആക്കിയിട്ട് ബോൾ വെച്ച് നമ്മൾ ടെൻഷനൊക്കെ പോകാൻ വേണ്ടി ചെയ്യത്തില്ലേ, അതുപോലെ ഇങ്ങനെ ആക്കുക. പിന്നെ കൈ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ആക്കുക, ഇങ്ങനെ ആക്കുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്തതിന് ശേഷം ഇത് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, ചെയ്യുന്നത് എത്ര മിനിറ്റ് എന്ന് പറയാം. 7 മിനിറ്റാണ് ഇത് ചെയ്യേണ്ടത്. അതിൽ കൂടുതൽ ചെയ്യാനിരിക്കരുത്. അതുപോലെ ഇതൊരു 4 to 5 ടൈംസ് ഇത് ചെയ്യാം. ചെയ്തതിന് കുഴപ്പമില്ല. ഇത് ഒത്തിരി കാലം ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഡീപ്പായിട്ടുള്ള അലർജി ആണെങ്കിലും അത് മാറിക്കിട്ടും. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഇനി ഇത് ചെയ്യുന്നത്? നമ്മുടെ 5 വിരള് 2 കൈയിലും. ഓക്കെ, ആദ്യം ചൂണ്ടുവിരള് പതുക്കെ തള്ളവിരലിൻ്റെ താഴെ കൊണ്ട് വെക്കുന്നു. ഓക്കെ, ബാക്കി 3 മുറിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതാ ഇങ്ങനെയാണ് ഞാൻ പിടിക്കുന്നത്. നോക്കൂ, ഇനി ഈ മിഡിൽ ഫിംഗറിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നമ്മുടെ തമ്പിൻ്റെ അഗ്രം കൊണ്ട് വെക്കുകയാണ്. ബാക്കി 2 വിരലും നിന്നിരിക്കുകയാണ്. ഇതിനും മിഡിൽ ഫിംഗറിൻ്റെ റൈറ്റ് സൈഡിൽ കൊണ്ടുവച്ചു. ബാക്കി 2ഉം നിവർത്തിപ്പിടിക്കുന്നു. ഇങ്ങനെ മിഡിൽ ഫിംഗറിൻ്റെ റൈറ്റ് സൈഡിൽ ബാക്കി 2 വിരലും നിവർത്തിപ്പിടിച്ചു. എന്നിട്ട് നമ്മൾ മടിയിൽ വെച്ച കണ്ണും മടിച്ച് 7 മിനിറ്റ് ഡീപ്പ് ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ. നല്ല ശ്വാസം വലിച്ചെടുക്കുകയാണ് വേണ്ടത്, വളരെ സ്ലോലി. വയറ് നിറയണം. ശ്വാസം എടുക്കുമ്പോൾ വയറ് ബലൂൺ പോലെ നിറയുകയും ശ്വാസം വിടുമ്പോൾ ബലൂൺ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഫുള്ള് പുറത്തേക്ക് പോകില്ല, അതുപോലെ വയറ് ഉള്ളിലേക്ക് പോവുകയും വേണം. അതാണ് കറക്റ്റ് വേ ഓഫ് ബ്രീത്തിങ്. കറക്റ്റായിട്ട് ശ്വാസം എടുക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അത് ചെയ്യുക. 7 മിനിറ്റ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഇത് അലർജി മുദ്രയാന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, ഈ ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ള, പ്രതിരോധ ശക്തി കുറവുള്ളവർക്കൊക്കെ ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുക. നമുക്ക് പെട്ടെന്നാണ് അവർക്ക് അലർജിയൊക്കെ ഉണ്ടാകുന്നത്. ഞാനും ഒരുപാട് അലർജി ഉണ്ടായിരുന്ന ഒരാളാണ്, അതുകൊണ്ട് തന്നെ എനിക്കത് അറിയാം. അപ്പം ആ അലർജി താനെ മാറിക്കിട്ടുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ മറക്കരുത്. നല്ല പോലെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഫലം ഉണ്ടാവുള്ളൂ. അല്ലാതെ കുറച്ചൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ 2 പ്രാവശ്യമൊക്കെ ചെയ്തതിന് ശേഷം എനിക്കിതൊന്നും ഫലിക്കുന്നില്ല എന്ന് പറയുന്നവരോട് ഒന്നും പറയാനില്ല. നമ്മുടെ ബോഡിക്കൊക്കെ നമ്മൾ എയർ കണ്ടീഷനിൽ ഇപ്പോൾ ചൂടൊക്കെ കൂടുതലായതുകൊണ്ട് എയർ കണ്ടീഷനിലൊക്കെ കൂടുതൽ, അല്ലെങ്കിൽ പുറത്തുള്ളവർ കൂടുതൽ AC-യിലൊക്കെ ഇരിക്കുന്നവർക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് പലതരത്തിലുള്ള സ്കിൻ അലർജിയൊക്കെ ഉണ്ടാകാറുണ്ട്. അതുപോലെ ആസ്മ ഉണ്ടാകാറുണ്ട്. ഇത് ബ്രോങ്കൈറ്റിസ് അങ്ങനെയുള്ള അലർജിയൊക്കെ ഉണ്ടാകാറുണ്ട് അല്ലേ ഇവർക്കൊക്കെ. പിന്നെ കാലാവസ്ഥയുടെ ഇത് മാറ്റം വരുമ്പോഴും അതുപോലെ ഫ്ലവേഴ്സിൻ്റെ പൂമ്പൊടിയൊക്കെ അതിൻ്റെ പൊളനൊക്കെ ഉണ്ടാകുമ്പോഴും ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അലർജിയുണ്ട്. ചില മരുന്നുകൾ കഴിക്കുമ്പോൾ അലർജി ഉണ്ട്. ഇതിനെല്ലാം ഈ ഒരു മുദ്ര കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു മുദ്രയാണ്. അതുകൊണ്ട് തന്നെ ഈ മുദ്ര ഒത്തിരി നമുക്ക് ബെറ്റർ ഹെൽത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്നത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ സ്ഥിരമായിട്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, എത്ര പഴകിയ അലർജി ആയാലും അല്ലെങ്കിൽ അലർജി ഉണ്ടെങ്കിലും അത് മാറി സുഖമായിട്ട് മാറുകയാണ് ചെയ്യുക. ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികൾക്ക് അലർജി പെട്ടെന്ന് തന്നെ കൂടുതലുള്ളവരായിട്ടാണ് കൂടുതൽ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ മുദ്ര എന്താണ് കൊടുക്കുക. ഹൈപ്പർ ആക്റ്റീവ് ആയവർക്ക് കുറച്ച് അലർജി കൂടുതലായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവർക്ക് ഈ മുദ്ര കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിക്കുക. ഇപ്പം എങ്ങനെയാണ് മുദ്ര ചെയ്യുന്നത്? ഇൻഡെക്സ് ഫിംഗർ അല്ല, നമ്മുടെ പോയിന്റിങ് അല്ലെങ്കിൽ ഇൻഡെക്സ് ഫിംഗർ നമ്മുടെ തള്ളവിരലിൻ്റെ താഴെ കൊണ്ടുവച്ചു. ഓക്കെ, ഇനി
മിഡിൽ ഫിംഗറിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഹോൾഡ് ചെയ്യുക. റൈറ്റ് സൈഡിൽ തമ്പ് കൊണ്ട് തമ്പിൻ്റെ ടിപ്പ് അവിടെയാണ് പോയിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് നൂർത്ത് വെക്കുക, മടിയിൽ വെക്കുക. ഡീപ്പ് ഇൻഹേൽ ആൻഡ് എക്സേൽ. കൂടുതൽ എഫക്റ്റീവായിട്ട് ചെയ്യണമെങ്കിൽ കണ്ണും അടച്ചിട്ട് ഡീപ്പ് ഇൻഹെയിൽഡ് കഴിഞ്ഞതിന് ശേഷം 1 2 3 4 സ്ലോലി കൗണ്ട് ചെയ്യുക. എന്നിട്ട് ഹോൾഡ് ചെയ്ത് 1 2 3 4 കൗണ്ട് ചെയ്തിട്ട് ഡീപ്പ് എക്സേൽ. എക്സേൽ ചെയ്യുമ്പോൾ വയറുള്ളിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് വീണ്ടും 1 2 3 4 എന്ന് കൗണ്ട് ചെയ്യാം. ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എനിക്ക് അടുത്ത ക്ലാസ്സിനുള്ള സമയമായി. സി യു. അടുത്തൊരു മുദ്രയുമായിട്ട് വരുന്നവരെ പ്രാക്ടീസ് ചെയ്യുക. ബി ഹെൽത്തി. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. മൈൻഡ് പോസിറ്റീവായിട്ട് വെക്കുക. താങ്ക് യു. ബൈ.